കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മാഗി നമ്മൾ പല തരത്തിൽ ഉണ്ടാക്കാറുണ്ടല്ലേ. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് കാണിക്കുന്നത്. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള സ്ഥിരം ചേരുവകൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് തടുക്ക മാഗിയാണ് കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. മാഗി നൂഡിൽസ് വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, ഏത് നൂഡിൽസ് വെച്ചിട്ടും തയ്യാറാക്കാം. ഇന്ന് എൻ്റെ കയ്യിൽ മാഗിയാണ് ഉള്ളത്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തടുക്ക മാഗി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് മാഗി നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കറി ഫ്ലേവറിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വെച്ചിട്ട് ചെയ്യാം. ചിക്കനോ എഗ്ഗോ അല്ലെങ്കിൽ വെജിറ്റബിളോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നൂഡിൽസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടറും ഓയിലും കൂടി ഒന്ന് മിക്സായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു സവാളയുടെ പകുതി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴറ്റിയ സവാള നല്ല സോഫ്റ്റായി ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ മാഗി പാക്കറ്റിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഈ മസാല പൗഡർ ഉണ്ടല്ലോ, അത് 2 പാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതും ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ 1 പാക്കറ്റ് മാത്രമായിട്ടും ചേർക്കാം കേട്ടോ. ഞാൻ 2 മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് 1 മിനിറ്റ് വരെ ഈ പൊടികളെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് പൊടികളെല്ലാം ഈ എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം 1 കപ്പോളം ഫ്രോസൺ വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ക്യാരറ്റ്, ബീൻസ്, അതുപോലെ നമ്മുടെ ഗ്രീൻ പീസ്, പിന്നെ സ്വീറ്റ് കോൺ, ഇത്രയാണുള്ളത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾസ്, നമ്മുടെ ഫ്രഷ് വെജിറ്റബിൾസ് എടുത്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തിട്ടും ഇതിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫ്രോസൺ ആയതുകൊണ്ട് അത് പെട്ടെന്ന് വേവുമല്ലോ, അതുകൊണ്ടാണ് ഇതിലിങ്ങനെ ഡയറക്റ്റ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. സാധാരണ പച്ചവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ 240 ml അളവിലുള്ള കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഈ വെള്ളം നല്ലതുപോലെ തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് 2 പാക്കറ്റ് മാഗി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ അതുപോലെ തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഇട്ട ഭാഗം ഒന്ന് സോഫ്റ്റായി മാറിയിട്ടുണ്ടാവും. തിരിച്ചിട്ടതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ വേറെ വേറെ ആക്കി കൊടുക്കുക. പിന്നെ ഞാനിതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ, കാരണം നമ്മുടെ മാഗി മസാല പൗഡറിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഉപ്പ് ചേർക്കുന്നില്ല. പിന്നെ നല്ല ഉപ്പ് വേണമെന്നുള്ളവർക്ക് കുറച്ച് എക്സ്ട്രാ ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ മാഗി മുഴുവനും ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇത് വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇത് ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ മുഴുവൻ വറ്റിയിട്ടുണ്ട്. മാഗി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴയാൻ ഇടയാക്കരുത്, അതുകൊണ്ട് തന്നെ വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള തടുക്ക മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊക്കെ കൂടെ ഒരുമിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഫ്രോസൺ വെജിറ്റബിൾസിന് പകരം ഫ്രഷ് വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫ്രോസൺ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. മുകളിൽ ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വലിയ ജോലിയൊന്നുമില്ല. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മാഗി ഉണ്ടല്ലോ, ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന മാഗിനേക്കാളും ഒരു 5 മിനിറ്റ് കൂടുതൽ സമയം എടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്